ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് വിദ്യ. ഞാൻ വന്നിരിക്കുന്നത് ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിനും ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അത് ഏതാ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ളത് ഗംറോഡ് ആണ്. ഗംറോഡിനകത്ത് നിങ്ങളൊരു ഫ്രീലാൻസർ ആണോ അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണോ എങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗംറോഡ്. ഏതുപോലെ തന്നെയാണെന്ന് പറയാം, ഇറ്റ്സ് ലൈക്ക് എറ്റ്സി. ഞാൻ മുമ്പ് എറ്റ്സിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ, അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് സെല്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന പക്ഷെ ഡിജിറ്റൽ പ്രോഡക്റ്റിന് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗംറോഡ്. ഗംറോഡിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്, ഡിജിറ്റൽ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീലാൻസേഴ്സിന് അല്ലെങ്കിൽ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗംറോഡ് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമുക്ക് ഗംറോഡിലൂടെ സെല്ല് ചെയ്യാൻ പറ്റുക വെച്ച് ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യാം. എന്താണ് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഡിജിറ്റലി ക്രിയേറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി എക്സി ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് എന്ന് വെച്ചാൽ നമുക്കൊരു ലിങ്ക് ത്രൂ വാങ്ങിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ആക്സസ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഗംറോഡിലൂടെ സെല്ല് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ ബുക്ക് ടൈപ്പ് പറ്റും, അതേപോലെ ടെംപ്ലേറ്റ്, PDF, സബ്സ്ക്രിപ്ഷൻ, സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കുറേ ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗംറോഡ് എന്നുള്ളത്. ഗംറോഡിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ഫീസുകളൊന്നും നമ്മളുടെ നിന്ന് അവർ കളക്ട് ചെയ്യാറില്ല. ചെറിയ സർവീസ് ചാർജാണ് അവർ നമ്മളുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. പിന്നെയുള്ള ഗംറോഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ട് നമുക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് 1 ക്ലിക്കിലൂടെ അയാൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. നമ്മൾക്ക് ഗംറോഡിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എങ്ങനെയായാലും ലിസ്റ്റ് ഔട്ട് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ആദ്യം ഗൂഗിളിനകത്ത് പോവുക. എന്നിട്ട് ഗൂഗിളിനകത്ത് ഗംറോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗംറോഡ് ഇ-കൊമേഴ്സ് കമ്പനി എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് ഫസ്റ്റ് വരുന്നുണ്ട് അല്ലേ, ഏൺ യുവർ ഫസ്റ്റ് $1 ഓൺലൈൻ വിത്ത് ഗംറോഡ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഗംറോഡിൻ്റെ ഒരു ഇന്റർഫേസ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ കുറേ കാര്യങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. ഗോ ഫ്രം 0 to $1 അല്ലേ. ആദ്യത്തായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്, എനിവൺ ക്യാൻ ഏൺ ദെയർ ഫസ്റ്റ് $1 ഓൺലൈൻ, ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു നോ, സി വാട്ട് സ്റ്റിക്സ് ആൻഡ് ഗെറ്റ് പെയ്ഡ്, ഇറ്റ്സ് ദാറ്റ് ഈസി. അവർ പറയുന്നുണ്ട് ഇത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏർണിങ്സ് ഉണ്ടാക്കണം, ഓൺലൈൻ ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗംറോഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അവർ എന്തൊക്കെ ഇവിടെ സെൽ ചെയ്യാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സെൽ എനിത്തിങ്, മേക്ക് യുവർ ഓൺ റോഡ്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു റോഡ്, സ്വന്തമായിട്ടൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗംറോഡ് എന്നുള്ളത്. ആൻഡ് സെൽ ടു എനിവർ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് സെല്ല് ചെയ്യാം. സെൽ എനിവെയർ, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സെല്ല് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ മാത്രമുള്ള ഒരാളാണ്, ഇന്ത്യയിൽ മാത്രം സെല്ല് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയില്ല. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ആയിട്ടും സെല്ല് ചെയ്യാനായിട്ട് എന്തോ ഉപയോഗിച്ച് പറ്റും, ഗംറോഡ് യൂസ് ചെയ്തുകൊണ്ട് പറ്റും. ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് ഗംറോഡ് യൂസ് ചെയ്തുകൊണ്ട് പറ്റും. ഓക്കെ, പിന്നെ താഴത്തെ വരുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗംറോഡിനെ കുറിച്ച് അവർ പറഞ്ഞു തരും അവരുടെ പേജിനകത്ത്. ചെറുതായി തുടങ്ങാൻ, ലേൺ ക്വിക്ലി, ഗെറ്റ് ബെറ്റർ ടുഗെദർ, ഒരുമിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗംറോഡ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് നോക്കാം കേട്ടോ. താഴത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലേ, എമൗണ്ട് കണ്ടോ, എത്ര വലിയ എമൗണ്ട് ആണ്. താഴത്ത് എന്താ കൊടുത്തിരിക്കുന്നത്, ദ എമൗണ്ട് ഓഫ് ഇൻകം ഏൺഡ് ബൈ ഗംറോഡ് ഡിജിറ്റൽ എന്റർപ്രനേഴ്സ് ലാസ്റ്റ് വീക്ക്. ഡിജിറ്റൽ എന്റർപ്രനേഴ്സ് ലാസ്റ്റ് വീക്ക് ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ആണ് ഇത്. ഇത്രയും ഡോളേഴ്സിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഗംറോഡിന്റെ താഴത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളും മറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. അതൊക്കെ ഇതാ കണ്ടോ, ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ഈ പ്രോഡക്റ്റ്. അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ആണുള്ളത്. 1-2 കാര്യങ്ങൾ മാത്രമാണോ ഗംറോഡിനകത്ത് സെല് ചെയ്യാൻ പറ്റുന്നത്, അല്ല, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഡിസ്കവർ ദ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആൻഡ് ക്രിയേറ്റേഴ്സ് ഓൺ ഗംറോഡ്. ഇതിനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് സെല് ചെയ്യാന്നുള്ളതാണ് താഴ്ത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഗംറോഡിലുള്ള ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഈ പ്രോഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗംറോഡ് ഇതിനകത്ത് റേറ്റിംഗ് എത്ര കൊടുത്തിട്ടുണ്ട്, 6.5K റേറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മുകളിൽ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരാം, കണ്ടോ, ഇതിനകത്ത് കുറേ ആൾക്കാരുടെ പ്രോഡക്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രോഡക്റ്റിന്റെ റേറ്റിംഗ് ഒക്കെ നോക്കിക്കേ, $2,500. എന്താ കൊടുത്തിരിക്കുന്നത്, ലൈഫ് ടൈം കൺസൾട്ടേഷൻ,
നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം ഇതിൽ എന്തൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ആ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ അടുത്തുണ്ട് അല്ലെങ്കിൽ ആ സർവീസുകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗംറോഡിലൂടെ ഈസി ആയിട്ട് സെൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ധാരാളം ആൾക്കാർ എത്ര പ്രൈസിലാണ് പ്രൊഡക്റ്റുകൾ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഡിസ്കവറിനകത്ത് ഉള്ളത്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് അക്കൗണ്ട് ഇല്ല അല്ലേ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ സൈഡ് മുകളിലായിട്ട് സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിനകത്ത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെ ഫേസ്ബുക്ക്, ഗൂഗിൾ, പിന്നെ ട്വിറ്റർ ആൻഡ് സ്ട്രൈപ്പ്. ഈ 4 എണ്ണം വഴി നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ ജസ്റ്റ് ഇമെയിൽ ഇവിടെ കൊടുക്കുക, ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക, ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പോയി കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ത്രൂ ആണ് ചെയ്യുന്നത്. സോ ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓതന്റിക്കേഷൻ ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊന്ന് പോകുന്നുണ്ട്. ഇത് എവിടെ വരും, നിങ്ങളുടെ മെയിലിനകത്ത് വരും ഒരു ഓതന്റിക്കേഷൻ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് 6 ഡിജിറ്റ് ഉള്ളൊരു കോഡ് അല്ലെങ്കിൽ ലൈക്ക് OTP. അത് നിങ്ങളുടെ മെയിലിലേക്ക് പോകും. ഏത് അക്കൗണ്ടിലാണോ നിങ്ങളിപ്പോൾ എന്ത് ചെയ്ത് ഗൂഗിൾ ത്രൂ സൈനപ്പ് ചെയ്യാൻ നോക്കി ആ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ മെയിലൊന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും, ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. കണ്ടോ, ഗംറോഡിന് വന്നിട്ടുണ്ട്. എന്ത് വന്നിട്ടുണ്ട്, ഗംറോഡിൻ്റെ ഇത് കണ്ടോ, ഓതന്റിക്കേഷൻ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് നമ്പർ വന്നിട്ടുണ്ട്. ആ നമ്പർ എടുത്തിട്ട് അവിടെ കോപ്പി ചെയ്യാം. ചിലപ്പോൾ പേസ്റ്റ് അടിക്കുമ്പോൾ വരില്ല, അപ്പം നിങ്ങൾ ചിലപ്പോൾ പേസ്റ്റ് അടിക്കുമ്പോൾ വരില്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക 66. ഓക്കെ, അപ്പോൾ ഗംറോഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇന്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഇതാണ് ഹോം എന്ന് വരിക. ഹോമിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്: ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, വെൽക്കം അബ്രോഡ്, മേക്ക് എ ഇംപ്രഷൻ, ഷോർട്ട് ടൈം, ബിൽഡ് യുവർ ട്രൈബ്, ചാർജിങ്, മണി ഇൻബോണ്ട്, മേക്കിംഗ് വേഡ്സ്, സ്മാർട്ട് മൂവ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാകാനായിട്ട് പറ്റും. ഇതിനകത്ത് നിങ്ങളിങ്ങനെ താഴത്ത് വരുമ്പോൾ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എന്താണ്, ക്രിയേറ്റ് യുവർ ഫസ്റ്റ് പ്രോഡക്റ്റ്. നിങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്തു, ഒരു ഗൂഗിൾ ത്രൂ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടു, നിങ്ങളുടെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടു. നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ സെക്കൻഡുള്ള ഓപ്ഷൻ വരുന്നത് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഈ പ്രോഡക്റ്റിനകത്ത് 3 കാറ്റഗറി വൈസ് ആണ് ഉള്ളത്. ഒന്ന് ഓൾ പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റും, അതായത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് അവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യാം, അഫ്ലിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഇവിടെ കാണാം. പ്ലസ് കൊളാബ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ 3 പ്രോഡക്റ്റ് വൈസ് ആയിട്ട് കാണാം. ഒന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് കാണാം, അഫ്ലിയേറ്റഡ് ആയിട്ടുള്ളത് കാണാം, ആൻഡ് കൊളാബ് ചെയ്തിട്ടുള്ളതും ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രോഡക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കൊളാബറേറ്റർ ആണ്. ഈ കൊളാബറേറ്ററിനകത്ത് ഓപ്ഷനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൊളാബറേറ്റിലൂടെ പ്രോഡക്റ്റ് ആഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊളാബ് ചെയ്തിട്ട് ഇവിടെ സെല് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അതിനുള്ളൊരു ഓപ്ഷനാണ് ആഡ് കൊളാബറേറ്റർ എന്നുള്ളത്. ചെക്കൗട്ടിനകത്ത് നമ്മൾ പേയ്മെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെക്കൗട്ടിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഡിസ്കൗണ്ട് ഉണ്ട്, ചെക്കൗട്ട് ഫോം ഉണ്ട്, അപ്സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോംസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇമെയിൽസ് ആണ്. പിന്നെ കണക്ട് വിത്ത് യുവർ കസ്റ്റമേഴ്സ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഇമെയിൽ ത്രൂ കണക്ട് ചെയ്യാനായിട്ടും ഏത് ത്രൂ പറ്റുന്ന പറയുന്നത് ഗംറോഡ് ത്രൂ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വർക്ക് ഫ്ലോനകത്ത് എന്താ പറയുന്നത്, ഓട്ടോമേറ്റ് ഇമെയിൽ വിത്ത് ഈസ്. വർക്ക് ഫ്ലോ അലോ യു ടു സെൻഡ് ഷെഡ്യൂൾഡ് ഇമെയിൽ ടു സബ്സെറ്റ് ഓഫ് യുവർ ഓഡിയൻസ് ബേസ്ഡ് ഓൺ എ ട്രിഗർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, ഷെഡ്യൂൾ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇമെയിൽ ത്രൂ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വർക്ക് ഫ്ലോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അടുത്തുള്ള ഓപ്ഷൻ ഏതാണ്, സെയിൽസ് ആണ്. സെയിൽസിനകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഇൻഫർമേഷനും നിങ്ങളുടെ ഏത് പ്രോഡക്റ്റാണ് സെല്ലായത് എന്നുള്ള ഇൻഫർമേഷനൊക്കെ കാണാൻ പറ്റുന്ന പേജാണ് സെയിൽസ്. പിന്നെ വരുന്നത് അനലിറ്റിക്സ് ആണ്. ഈ അനലിറ്റിക്സ് ഓപ്ഷനകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് എത്ര പേര് നോക്കിയിട്ടുണ്ട്, എത്ര പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള പേജാണ് അനലിറ്റിക്സ് എന്നുള്ളത്. പിന്നെ പേ ഔട്ട് ആണ്. പേ ഔട്ടിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത്, പേയ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഈ പിക്ചറിൽ തന്നെ കാണിക്കുന്നുണ്ട് അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, അതിന് പൈസ കിട്ടുക. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് പേ ഔട്ട് എന്നുള്ളത്. പിന്നെ ഡിസ്കവർ എന്നുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയില്ലേ, ഫ്രണ്ടിൽ നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ഇവിടെയും കാണുക. ഓക്കെ, പിന്നെ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റ് നിങ്ങൾ ഫേവറേറ്റ് ഒക്കെ ചെയ്ത് വെക്കില്ല. അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ കാണുന്നത് എവിടേക്കും ലൈബ്രറി എന്നുള്ള ഓപ്ഷനിലേക്കും കാണാം. പിന്നെ വരുന്നത് സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിനകത്ത് കുറേ ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ. എന്നിട്ട് പ്രൊഫൈൽ വരുന്നതിനകത്ത് യൂസർ നെയിം ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഇവിടെ ഒരു ബയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബയോ മസ്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോഴാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു പേഴ്സണ് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണ് സെല് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും.
പിന്നെ ടീം, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു ടീമുണ്ട്, കുറെ പേഴ്സൺ, ഒരു 3-4 പേഴ്സണുള്ള ടീമുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യാം? ഇത് ത്രൂ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്ത് ജസ്റ്റ് അവരുടെ ഇമെയിൽ ഇവിടെ കൊടുക്കുക ആൻഡ് അവരെന്താണെന്ന് റോള് കൂടി ഇവിടെ കൊടുക്കുക. മേ ബി അവർ അക്കൗണ്ടന്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അഡ്മിൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തുള്ള ഒരു ഓപ്ഷൻ വരുന്നത് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വേർ ആർ യു ലൊക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണുന്നത്. നിങ്ങൾ എവിടെയുള്ള ആളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യ ആണെന്ന് വെച്ചാൽ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ പുറത്തുള്ള കുറേ കൺട്രീസിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും കൺട്രീസിലാണ് നിങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെർമിഷൻ ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് കൊടുക്കുക. ടു എൻഷുർ പ്രോംപ്റ്റ് പേ ഔട്ട്, പ്ലീസ് ചെക്ക് ഓഫ് ഈച്ച് ഐറ്റം. I have a valid government issues photos ID. I have a proof of residence with this country. അതായത് നമ്മൾ ഇന്ത്യയിലുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തിലുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് എന്തുണ്ടാവും? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ? മേ ബി വോട്ടർ ഐ ഡി ആയിരിക്കാം, ഓർ ആധാർ ആയിരിക്കാം, ഓർ പാൻ കാർഡ് ആയിരിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കുക. ഇതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീജിയർ കഴിഞ്ഞ് വെച്ച് യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ വരും. അതിന്റെ താഴത്തെ പേയ്മെന്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഷെഡ്യൂൾ എങ്ങനെയാണ് വേണ്ടതെന്നാണ്. വീക്ക്ലി ആയിട്ടാണോ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടാണോ, അതും അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ടാണോ എന്നുള്ളതുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് മെത്തേഡ്, എങ്ങനെയാണ് പേയ്മെന്റ് വരേണ്ടത് എന്നുള്ള മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പാൽ ഉണ്ടെങ്കിൽ പേപ്പാലും കൊടുക്കാം. ബാങ്ക് അക്കൗണ്ട് ത്രൂ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പേപ്പാലിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ചാർജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ത്രൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ കൂടുതൽ ചാർജ് പിടിച്ചിട്ട് പോകും. അപ്പോൾ ബാങ്ക് ത്രൂ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് ഇവിടെ എന്ത് കൊടുക്കണം? അക്കൗണ്ട് ഹോൾഡറിന്റെ പേര് കൊടുക്കണം, ഇവിടെ IFSC കോഡ് കൊടുക്കണം, പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. 2 പ്രാവശ്യം കൺഫേം ചെയ്യാൻ ഒന്നും കൂടി കൊടുക്കണം. അക്കൗണ്ട് ടൈപ്പ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുക്കണം, ബിസിനസ് അക്കൗണ്ട് ആണെന്ന് വെച്ചാൽ ബിസിനസ് അക്കൗണ്ട് കൊടുക്കണം. പിന്നെ താഴത്തെ ഒരു ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ID കാർഡിൽ എന്താണോ നിങ്ങളുടെ പേര് അതാണ്, അതിനനുസരിച്ചിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ അഡ്രസ്സ് കൊടുക്കണം, സിറ്റി, പോസ്റ്റൽ കോഡ്, കൺട്രി നമ്മൾ ഇന്ത്യയാണ് സെലക്ട് ചെയ്ത്, ഫോൺ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യണം, ആൻഡ് ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണം. ഡേയും മന്തും ഇയറും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇവിടെ അപ്ഡേറ്റ് സെറ്റിംഗ്സ് കൊടുത്താൽ അത് അപ്ഡേറ്റ് ആവും. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് പാസ്വേഡ് ആണ്. പാസ്വേഡ് നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ജിമെയിൽ ത്രൂ ആണ് ചെയ്തത്. നിങ്ങൾക്ക് ആ പാസ്വേഡ് തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് ആക്കണമെങ്കിൽ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ തേർഡ് പാർട്ടി അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. തേർഡ് പാർട്ടി അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അനലിറ്റിക്സ് പറഞ്ഞു. നമ്മളുടെ എത്ര പേര് വന്നു കണ്ടു, അല്ലെങ്കിൽ എത്ര പേര് നമ്മൾ ഫേവറേറ്റ് ഐറ്റം ഫേവറേറ്റ് ചെയ്തു, എത്ര പേര് വാങ്ങിച്ചു എന്നുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലേ? ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് എനബിൾ ചെയ്ത് വെക്കാം. നമ്മൾ ഓൾറെഡി എനബിൾ ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. എനബിൾ തേർഡ് പാർട്ടി അനലിറ്റിക്സ് സർവീസ്. അത് വേറൊരു പേഴ്സൺ വന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ കാണാനായിട്ട് പറ്റും. എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഇതിലും മാറ്റം വരുത്തിയെടുക്കാനായിട്ട് പറ്റും. ഓൾ ഓവർ ഇതാണ് സെറ്റിംഗ്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നത് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ പ്രൊഡക്ട്സിനകത്ത് പോകാം, അല്ലെങ്കിൽ ഹോമിനകത്ത് പോകാം. നമുക്കിപ്പോൾ പ്രൊഡക്ട്സിനകത്ത് പോകാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരിക, പബ്ലിഷ് യുവർ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് വരിക. അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ എന്ത് കൊടുക്കണം? ടൈറ്റിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ടാഗ് കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണം. ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ SEO ഒപ്റ്റിമൈസ് ആക്കാനായിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. കാരണം SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ട്രാഫിക് വരുന്നതിനും കൂടുതലായിട്ട് സെയിൽസ് കിട്ടാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞങ്ങളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുകയാണ്? ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുള്ള പ്രോഡക്ട്സുകളാണ് ഇതൊക്കെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ്. കണ്ടോ, പ്രോഡക്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് കാണാം. ഈ പ്രോഡക്റ്റിന് കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഡിജിറ്റൽ പ്രോഡക്റ്റിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? റീഫണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് എന്ത് നോക്കണം? അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം വായിച്ച് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇവിടെ മുകളിൽ കാണുന്ന ഈ ന്യൂ പ്രോഡക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രോഡക്റ്റിന് നെയിം കൊടുക്കാനായിട്ട് വരും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണെന്നാണ് അവർ ചോദിക്കുന്നത്. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണോ? അത് ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കുറേ പ്രോഡക്റ്റ്സ് അതിനകത്ത് വരും. പിന്നെ വല്ല കോഴ്സ് ആയിട്ടുള്ള റിലേറ്റഡ് ആണോ, ബുക്ക് ആണോ, മെമ്പർഷിപ്പ് ആണോ, ബണ്ടിൽ ടൈപ്പ് ഉള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഏതെങ്കിലും സർവീസ് ആണോ എന്നും കൂടി ചോദിക്കുന്നുണ്ട്. സർവീസ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിജിറ്റൽ പ്രോഡക്റ്റും പറ്റും, പ്ലസ് അതിൻ്റെ കൂടെ സർവീസ്. നിങ്ങൾ എന്തെങ്കിലും സർവീസ് ആണ് ഓഫർ ചെയ്യുന്നെങ്കിൽ അതും ഇവിടെ സെല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഗംറോഡിനകത്ത് സെല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ്
അപ്പോൾ നമ്മൾ ChatGPT-ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ChatGPT-ക്കകത്ത് ഒരു ഹെഡിങ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ChatGPT എങ്ങനെയാണ് തരുന്നത്, അതെന്ത് കൊടുത്തു, ജസ്റ്റ് ആ പേര് മാത്രമേ കൊടുത്തോളൂ. നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, പ്ലസ് എന്ത് ചെയ്തു അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, പിന്നെ ടാഗ്സും ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള കറക്റ്റായ ഡിസ്ക്രിപ്ഷനാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങനെ എടുത്ത് ഗംറോഡിനകത്ത് പേസ്റ്റ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ എഡിറ്റുകൾ എത്തി മാറ്റം വരുത്തിയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ വായിച്ചു നോക്കട്ടെ. അൾട്ടിമേറ്റ് MS ഓഫീസ് ടെംപ്ലേറ്റ്സ് എക്സൽ വേർഡ് പവർ പോയിന്റ് ബഡ്ജറ്റ്, ഇത് കറക്റ്റ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കോപ്പി ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അൾട്ടിമേറ്റ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ MS ഓഫീസ് ടെംപ്ലേറ്റ് ബണ്ടിൽ എന്ന് അവിടെ തൊട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ MS ഓഫീസ് ടെംപ്ലേറ്റ് ബണ്ടിൽ എന്നുള്ളത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് വന്നു, ഗംറോഡിനകത്ത് വന്നു, ഇവിടെ നെയിം എന്നുള്ളവിടെ ഇത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി താഴത്തുള്ള ഒരു ഓപ്ഷൻ വെച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഉള്ള പ്രൈസ് കൊടുക്കാന്നുള്ളതാണ്. ഇതൊക്കെ ഡോളറായിട്ട് കൊടുക്കാം, GBP യൂറോ ആയിട്ട് കൊടുക്കാം, yen ആയിട്ട് കൊടുക്കാം, റുപ്പീസിലാണ്. ഇപ്പോൾ ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് റുപ്പീസിൽ കൊടുക്കുകയാണെങ്കിൽ റുപ്പീസിൽ കൊടുക്കാം, ഡോളറിൽ കൊടുക്കുകയാണെങ്കിൽ ഡോളറിൽ കൊടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ കറൻസീസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് കറൻസിയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഡോളറിൽ തന്നെയാണ് കൊടുക്കുക, ഡോളറിൽ കൊടുക്കാം. അതർവൈസ് റുപ്പീസ് ഉണ്ട്, ഇന്ത്യൻ റുപ്പീസ് ഉണ്ട്, അതിൽ കൊടുക്കാം. ഞാൻ ഡോളേഴ്സിൽ തന്നെ കൊടുത്തു. ഇതിനിപ്പോൾ ഞാൻ ഓഫർ ചെയ്യുന്നത് ഒരു $5 പ്രൈസ് ആണ് ഞാൻ ഇതിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ $5 അവിടെ കൊടുത്തു. മുകളിലേക്ക് വരാം, ഇവിടെ നെക്സ്റ്റ് കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് വരുന്നത് നമ്മളുടെ എന്ത് കൊടുക്കാനാണ്, രണ്ടാമത് ഓപ്ഷൻ വരുന്നത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ്. ഓൾറെഡി നമുക്ക് ഡിസ്ക്രിപ്ഷൻ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, എനിക്ക് ഡിസ്ക്രിപ്ഷൻ ഓക്കെ ആണ്. പക്ഷെ ഇതിൻ്റെ കൂടെ എനിക്ക് 1-2 കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. സോ ആദ്യം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കോപ്പി ചെയ്യാം. പറഞ്ഞു ഡിജിറ്റൽ പ്രോഡക്റ്റിന് എന്തില്ല, റീഫണ്ട് ഇല്ല. സോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും താഴത്ത് നിങ്ങൾ ഒരു നോട്ട് പോലെ അല്ലെങ്കിൽ മസ്റ്റ് റീഡ് ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും വാങ്ങിക്കുന്നവർക്ക്. പിന്നെ ഒരു URL കൊടുക്കുക. URLന്റെ അവിടെ ഞാൻ ജസ്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്, പ്രോഡക്റ്റിന്റെ പേരിൽ ഫസ്റ്റുള്ള MS ഓഫീസ് ടെംപ്ലേറ്റ് ബണ്ടിൽ എന്നുള്ളത് ജസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു കവർ ഫോട്ടോ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കവർ ഫോട്ടോയും വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്ത് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെയുള്ള ഓപ്ഷൻ വരുന്നത് തമ്പനെയിലാണ്. ഇവിടെ മെയിൻ ആയിട്ട് ഇത്തരത്തിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ അത് തമ്പനെയിലൂടെ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ കൊടുക്കുന്ന ഇമേജും ഇവിടെ കൊടുക്കുന്ന ഇമേജും സെയിം ആയാലും ഓക്കെയാണ്. പിന്നെ കൊടുക്കേണ്ട ഓപ്ഷൻ വന്ന് പ്രൊഡക്റ്റ് ഇൻഫോ ആണ്. കോൾ ടു ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ ആണ്. ഈ കോൾ ടു ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ബൈ ദിസ്, ആ ഓപ്ഷന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഇവിടെ 3 ഓപ്ഷൻ കാണുന്നുണ്ട്. ഐ വാണ്ട് ദിസ്, ബൈ ദിസ്, പേ എന്നുള്ള ഈ ഓപ്ഷനിൽ 3 നിങ്ങളുടെ പ്രോഡക്റ്റിന് ഏതാണോ ആപ്റ്റ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഐ വിൽ ഗെറ്റ് എന്നുള്ള അവിടെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എന്താണ് കിട്ടുക എന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു വേർഡിങ്സ് ആയിട്ട് ഇവിടെ കൊടുക്കാം. ആൻഡ് പിന്നെ ആഡ്, പിന്നെ ഉള്ളത് ആഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ്. കോൾ ഔട്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് യുവർ പ്രോഡക്റ്റ് ദാറ്റ് ഹെൽപ്പ് യുവർ കസ്റ്റമർ ഡിസൈഡ് ടു ബൈ. കസ്റ്റമേഴ്സ് ആ സാധനം വാങ്ങിക്കണോ വാങ്ങിക്കേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. പിന്നെ അതിന്റെ പ്രൈസിങ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പിൽ $5. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിന് എത്രയാണോ വില അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇപ്പം നിങ്ങളുടെ പ്രോഡക്റ്റിനുള്ള വേരിയേഷൻ ആയിട്ടുള്ള കുറേ അല്ലെങ്കിൽ അതേമായിട്ട് റിലേറ്റഡ് ആയി സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് പ്രോഡക്റ്റ് സെയിൽസ് ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങൾ ഓഫറൊക്കെ ഇടില്ലേ, ലൈക്ക് ഇപ്പം $20 ഉള്ള ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഡ്യൂറേഷനിൽ ഒരു 5 ദിവസത്തേക്ക് നിങ്ങൾ എന്തിടണം, ആ പ്രോഡക്റ്റിന് ഒരു ഓഫർ ഇടാണ്. അങ്ങനെയുള്ള ഓഫറൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം. ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം അനുസരിച്ച് ഒരൊറ്റ പ്രാവശ്യം അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അത് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. പക്ഷേ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ വരാനും സ്കാം ആയിട്ടുള്ള കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പബ്ലിക്ലി ഷോ ദ നമ്പർ ഓഫ് സെയിൽസ് ഓൺ യുവർ പ്രോഡക്റ്റ് പേജ്. നമ്മുടെ പ്രോഡക്റ്റ് പേജിനകത്ത് എത്ര സെയിൽസ് കിട്ടിയെന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എന്ത് ചെയ്യാം, ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാം. അത് നല്ല കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ സെയിൽസ് ഉള്ളവരാണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് അവിടെ വരാനും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനും ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ എനേബിൾ ചെയ്ത് വെക്കാം. പിന്നെ മാർക്ക് പ്രോഡക്റ്റ് ആസ് എ പബ്ലിക്കേഷൻ ഫോർ വാറ്റ് പർപ്പസ് ലെവൽ. അപ്പോൾ ഇത് വാറ്റ് ആയി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. സ്പെസിഫൈ എ റീഫണ്ട് പോളിസി ഫോർ ദിസ് പ്രോഡക്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണം എന്നുണ്ട്, അതിന് റീഫണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, പക്ഷേ റെയർ കേസിലാണ് അത് വരിക, അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ അവിടെ എനേബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ റീഫണ്ട് പീരിയഡ് മറ്റു കാര്യങ്ങളും കുറച്ച് ഫൈൻ പ്രിന്റ്, എങ്ങനെയുള്ള പ്രിന്റാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഓപ്ഷൻ വന്ന് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്താൽ ഈ പ്രോഡക്റ്റ് എന്താവും, സേവ് ആവും.
ഓക്കെ, ഇപ്പം എന്തൊക്കെ കൊടുത്തു? പ്രോഡക്റ്റിന്റെ ടൈറ്റിൽ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, വില കൊടുത്തു, അതിന്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുത്തു, അതിന് URL എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിന് ഇമേജസ് കൊടുത്തു, വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ കൊടുത്തു, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവിടെ കൊടുത്തിട്ടില്ല. എന്താണ്? ഈ പ്രോഡക്റ്റ് ജസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷൻ മാത്രം കണ്ടാൽ മതി. ഈ ആൾ വാങ്ങിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് കിട്ടണം? അതിൽ നിന്നൊരു ലിങ്ക് കിട്ടണം. ആ ലിങ്ക് ത്രൂ ആണ് അവർക്ക് പ്രോഡക്റ്റ് കിട്ടുക. സോ ആ ലിങ്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള ഓപ്ഷനാണ് ഈ ലാസ്റ്റത്തെ ഓപ്ഷൻ. ഇതിനകത്ത് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്താൽ നെക്സ്റ്റ് പോകുന്നത് കണ്ടന്റ് പേജിലേക്കായിരിക്കും. ഇവിടെ ഈ ഇൻസേർട്ടിന് മുമ്പിലായിട്ട് ലെഫ്റ്റ് സൈഡ് ആയിട്ട് അപ്ലോഡ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഫയൽ ഫോൾഡർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫോൾഡർ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ അപ്ലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? നിങ്ങളുടെ പ്രോഡക്റ്റ് ഗൂഗിൾ ഡ്രൈവിലോ മറ്റോ എന്ത് ചെയ്തിട്ടുണ്ടാകും? അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. സോ ആ ലിങ്ക് എടുത്ത് ഒരു വേർഡ് ഫയലിൽ ഇട്ട ശേഷം ആ വേർഡ് ഫയൽ എന്തിലേക്ക് ചെയ്യുക? ഗംറോഡിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രൊസീജിയർ ആയിട്ട് വരിക. സോ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റ്. സോ ഞാൻ എന്ത് ചെയ്യാണ്? അതിവിടെ സെലക്ട് ചെയ്യാണ്. കേട്ടോ, സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ അപ്ലോഡ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്റെ പ്രോഡക്റ്റ് എന്തായി ചെയ്തിട്ടുണ്ട്? ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് കൊടുക്കാം? ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? പബ്ലിഷ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇത് പബ്ലിഷ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എന്റെ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ പേജിൽ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇമേജസ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, അത് കാണാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇമേജസ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരാം. അപ്പോൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ച് നോക്കാനായിട്ട് പറ്റും. ഡിസ്ക്രിപ്ഷനകത്ത് താഴെത്തുന്നുണ്ട് മസ്റ്റ് റീഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കൊടുത്ത പ്രോഡക്റ്റിനകത്ത് വന്നിട്ടുള്ളത് കണ്ടോ, ഞാൻ ഇവിടെ ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിവിടെ ഉണ്ട്. അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ടുണ്ട്. എത്ര എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്? $5 ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോൾ ടു ആക്ഷൻ എന്താ കൊടുത്തത്? ഐ വാണ്ട് ദിസ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തത്. അത് ഇവിടെ വന്നിട്ടുണ്ട്. ആ പ്രോഡക്റ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പേജിലുള്ള പ്രോഡക്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ 1 പേജ് ആണെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അത് എത്ര KB ആണെന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റലായി പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഗംറോഡ് എന്നുള്ളത്. ഈ പറയാനുള്ളത് ഡിജിറ്റൽ പ്രോഡക്റ്റ് നോക്കി നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് ലൈക്ക് ഫ്ലിപ്കാർട്ട് പോലെയുള്ളതാണ്, ഓട്ടോമേഷൻ പോലെയുള്ളതാണ്, ബ്ലൂ പ്രിന്റ് പോലെയുള്ളതാണ്, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആണ്. ടെംപ്ലേറ്റ് പോലെയുള്ളത്, അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള പ്രോഡക്റ്റുകൾ ഞങ്ങളുടെ ഷോപ്പിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിനകത്ത് ഉണ്ട്. ഞാൻ ഞങ്ങളുടെ Etsy അക്കൗണ്ടിന്റെയും ഗംറോഡ് അക്കൗണ്ടിന്റെയും വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ഗൈസ്. ബൈ.